the topic factors and multiples including their properties, part 5. Okay. സോ ഇതിൽ എന്താ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ പ്രൈം ഫാക്ടറൈസേഷൻ തന്നെയാണ്. പ്രൈം ഫാക്ടറൈസേഷൻ ഇന്നലെ ഒരേ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്തുള്ളൂ. ഇന്ന് കുറച്ചും കൂടി ചെയ്യാൻ പോവാണ് കേട്ടോ. The number of prime factors of 105 is 105 എത്ര പ്രൈം ഫാക്ടേഴ്സ് ഉണ്ട്? ഇതാണ് ചോദ്യം. ഓക്കെ, സോ ഫസ്റ്റ് 105 എഴുതുക. 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കൂ. 105 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. അടുത്ത നമ്പർ ഏതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്? 3 കൊണ്ട് പറ്റുമോ നോക്കൂ. ഡിവിസിബിലിറ്റി റൂൾ ചെക്ക് ചെയ്ത് നോക്കൂ. പറ്റും 3 കൊണ്ട് പറ്റും കേട്ടോ. 1 + 0 + 5 എത്രയാണ്? 6. പറ്റും. ജോയിൻ ചെയ്യോ അവന്തിക? ജോയിൻ ചെയ്യൂ. അയ്യോ ആണോ? നോക്കട്ടെ. സോ 10ൽ 3 എത്ര തവണയുണ്ട്? സോ 105നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10ൽ 3 തവണയുണ്ട്, 9 വരും. ഇട്ടിട്ടുണ്ട് കേട്ടോ, നന്നായി നോക്ക്. ഒന്നുകൂടി നോക്ക്. സോ 0 കിട്ടി. സോ 35 തവണയാണ് വരുന്നത് കേട്ടോ. ഇനി വീണ്ടും 3 കൊണ്ട് പറ്റുമോ നോക്കുക. അപ്പോൾ 3 + 5 8 ആണ് വരുന്നത്. അപ്പോൾ 3ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ കാണില്ല. അപ്പോൾ 5ൻ്റെ വരുമോ നോക്കുക. 35ൽ 5 7 തവണയുണ്ട്, കഴിഞ്ഞു. അപ്പോൾ എത്രയാണ് പ്രൈം ഫാക്ടേഴ്സ് വരുന്നത്? പ്രൈം ഫാക്ടേഴ്സ് which is equal to 3 × 5 × 7 അല്ലേ? അപ്പം ആൻസർ എത്രയായിരിക്കും? എത്രയാണ് വരിക? പ്രൈം ഫാക്ടേഴ്സ് 105 ആൻസർ. എത്ര പ്രൈം ഫാക്ടേഴ്സ് ഉണ്ട്? 1 2 3. So answer 3. ഓക്കെ, ഇതാണ് പ്രൈം ഫാക്ടേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ പോകാം. ഇത് വന്നിട്ട് ഈസി. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് the
പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 120 ആർ. ഇതൊന്ന് ചെയ്യുമോ? 120 എത്ര പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നോക്കൂ. 120 പ്രൈം നമ്പേഴ്സ് മാത്രം വെച്ച് ചെയ്യൂ, 1 ഒന്നും ഇടരുത് കേട്ടോ. ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 വരും. പ്രൈം ഫാക്ടേഴ്സ് പ്രൈം നമ്പർ മാത്രമേ വരൂ. പ്രൈം ഫാക്ടേഴ്സ് പറഞ്ഞാൽ ഒന്നെടുക്കാൻ പറ്റില്ല എന്നൊക്കെയല്ലേ? പറ്റില്ല. ആദ്യം 2 കൊണ്ട് ചെയ്യുക, പിന്നെ 3 കൊണ്ട് ചെയ്യുക, പിന്നെ 5, പിന്നെ 7, അങ്ങനെ. ഇതിൽ ഏതൊക്കെയാണോ പറ്റുക അതൊക്കെ വെച്ച് ചെയ്യുക കേട്ടോ. ഞാൻ സമയം കളയുന്നില്ല, ഇന്ന് ഈ പോർഷൻ തീർക്കണം. അതായിരുന്നു ഞാൻ പറയാം, നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്ത് നോക്കിക്കോട്ടെ. സോ 120 0 ലാസ്റ്റ് നമ്പർ, 2 കൊണ്ട് ഡിവിസിബിൾ ആവും. അപ്പോൾ 12-ൽ 2 6 തവണയാണ് ഉള്ളത്. ഇനി അടുത്തത് 2, 6-ൽ 2 3 തവണയാണ് ഉള്ളത്. വീണ്ടും 2, 30-ൽ 2 15 തവണയാണ് ഉള്ളത്. ഇനി 15 2 കൊണ്ട് ഡിവിസിബിൾ ആവില്ല. എന്ത് കാരണം? ലാസ്റ്റ് നമ്പർ 5 ആണ് വന്നിട്ടുള്ളത്. ഇനി 3 കൊണ്ടാവോ നോക്കണമെങ്കിൽ 1 + 5 6 ആണ് വരുന്നത്. ഇതാണ് ഡിവിസിബിലിറ്റി റൂള്. ഡിജിറ്റിനെ ആഡ് ചെയ്തു, 6 കിട്ടി. അപ്പോൾ ഇത് 3 കൊണ്ടാവും. 15-ൽ 3 5 തവണ കഴിഞ്ഞു. ഇനി 5-നെടുത്ത് പുറത്തിട്ടിട്ട് 1 ഇടേണ്ട ആവശ്യം ഇല്ല. സോ പ്രൈം ഫാക്ടേഴ്സ് 2 × 2 × 2 × 3 × 5. 2 × 2 × 2 × 3 × 5. ഓക്കെ. അപ്പോൾ എത്ര പ്രൈം ഫാക്ടേഴ്സ് ആണ് വരുന്നത് പറയൂ? 5. ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എങ്ങനെയാണ് തരിക എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. ഫാക്ടേഴ്സിനെടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ തരാം. എത്ര പ്രൈം ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ 5. നിങ്ങളുടെ ആൻസർ 5. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് ഇങ്ങനെ തന്നിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കുക? അതാണ് അടുത്ത ചെയ്യേണ്ടത്. അടുത്ത ഞാൻ പറയാം എങ്ങനെയാണെന്ന്. നോക്കൂ, നമുക്ക് ഇങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഓക്കെ, പ്രൈം ഫാക്ടേഴ്സ് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. എലിമിനേഷൻ എന്ന് വെച്ചാൽ കളയുക. ഓക്കെ, സോ ആദ്യത്തെ ഓപ്ഷൻ എടുത്തുവെങ്കിൽ 8 ഒരു പ്രൈം നമ്പർ ആണോ? കിഷാൻ, 8 ഒരു പ്രൈം നമ്പർ ആണോ? ഇല്ല. അപ്പോൾ ഈ പ്രൈം ഫാക്ടേഴ്സിൽ 8 വരില്ലല്ലോ, അപ്പോൾ ഈ ഓപ്ഷനും വരില്ല. 9 ഒരു പ്രൈം നമ്പർ ആണോ? ഇല്ല. നമുക്ക് ആൻസറിൽ പ്രൈം നമ്പേഴ്സ് മാത്രമല്ലേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ കോമ്പോസൈറ്റ് നമ്പർ ഉണ്ട്, അപ്പോൾ ഈ ഓപ്ഷനും വരില്ല. ഇനി 6 പ്രൈം നമ്പർ ആണോ? അല്ല. അപ്പോൾ ഈ ഓപ്ഷനും വരില്ല. പക്ഷേ ഇതിൽ എല്ലാം പ്രൈം നമ്പേഴ്സാണ്. പ്രൈം നമ്പേഴ്സ് ആയാൽ മാത്രം പോരാ, എല്ലാം മൾട്ടിപ്പിളും ചെയ്ത് നോക്കണം. നമുക്ക് 120 വരവും വേണം. സോ 2 2s are 4, പിന്നെ 2 3s are 6, പിന്നെ ഇൻറ്റു 5. 4 6 are 24 ആണ്, ഇൻറ്റു 5 കറക്റ്റായിട്ട് 120 വരികയും ചെയ്യും. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ 4 ആണ്. ഇങ്ങനെ പെട്ടെന്ന് ചെയ്തു പോകാനും സാധിക്കും കേട്ടോ. 2 തരത്തിൽ ചെയ്യാം. ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും? 1 പ്രൈം നമ്പർ ഫാക്ടേഴ്സ് എത്രയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 2 3 4 5 5ആയിരിക്കണം നിങ്ങളുടെ ആൻസർ. അതേ ഓപ്ഷൻസ് ഇങ്ങനെ തന്നുവെങ്കിൽ അതിൽ കോമ്പോസൈറ്റ് നമ്പേഴ്സ് കണ്ടുവെങ്കിൽ തീർച്ചയായിട്ടും ആ ഓപ്ഷൻ നിങ്ങൾക്ക് വരില്ല. ബാക്കിയുള്ളത് എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്ത് നോക്കുക. 120 എവിടെ വരണോ അതാണ് ആൻസറായിട്ട് വരിക. ഇതാണ് ഈസി മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ,
the prime factors of 48 are. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ 2 ഇൻറ്റു 2 ഇൻറ്റു 12 കേട്ടോ. സെക്കൻഡ് ഓപ്ഷൻ 2 ഇൻറ്റു 24. തേർഡ് ഓപ്ഷൻ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 6. ഫോർത്ത് ഓപ്ഷൻ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3. ഏതായിരിക്കും ആൻസർ? ഏതാണ് ലാസ്റ്റ്? സൂപ്പർ. എന്താ വെച്ചാൽ 12 ഒരു പ്രൈം നമ്പർ അല്ല, അപ്പോൾ ഈ ഓപ്ഷൻ വരില്ല. 24 കോമ്പോസിറ്റ് നമ്പറാണ്, പ്രൈം നമ്പർ അല്ല. 6 പ്രൈം നമ്പർ അല്ല. സോ ആൻസർ 4 ആണ്, ഓപ്ഷൻ 4 ആണ്. ഇത് ചെയ്തു നോക്കാം. 48-ൽ 2 24 തവണയുണ്ട്, 2 12 തവണയുണ്ട്, 2 6 തവണയുണ്ട്, 6-ൽ 2 3 തവണയുണ്ട്. കണ്ട 1 2 3 4 4 2 കിട്ടുകയും ചെയ്തു, ബാലൻസ് 1. അടുത്ത ക്വസ്റ്റ്യൻ. അവന്തിക ഇപ്പം മനസ്സിലായോടാ? All prime factors of 150 are. ഇതിലും ഓപ്ഷൻ വന്നിട്ട് 2 3 5 ഉണ്ട്. സെക്കൻഡ് ഓപ്ഷൻ 3 5 10 ഉണ്ട്. തേർഡ് ഓപ്ഷൻ 2 3 5 5. ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദീസ്. ഈ നൺ ഓഫ് ദീസ് പറഞ്ഞാൽ ഈ 3 ഓപ്ഷനിൽ ഇല്ലാതെ വേറെ ഏതോ ഒരു ഓപ്ഷൻ, ഒരു ആൻസർ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ശരി, ഇതിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാ? ഈ 3 ഓപ്ഷനിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാ? എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ 2 ആണ്. എന്ത് കാരണം? 10 അവിടെ ഉണ്ട്, 10 പ്രൈം നമ്പർ അല്ലല്ലോ. ബാക്കിയുള്ളതിലൊക്കെ പ്രൈം നമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആണോ, തേർഡ് ആണോ, ഫോർത്ത് ആണോ എന്നുള്ള സംശയം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 2 ഇൻറ്റു 3 എത്രയാ? 6 ഇൻറ്റു 5, 6 5 ആർ എത്രയാ? 30 വരുന്നുള്ളൂ. നമുക്ക് എത്ര വരണം? നമുക്ക് 150 വരണം. അപ്പോൾ 30 വരുന്നത് കാരണം ഈ ഓപ്ഷൻ അല്ല. ഇനി അടുത്തത് ഇവിടെ 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 5. 2 3s are 6, 6 5s are 30, 30 ഇൻറ്റു 5s are 150. ഓ, ആൻസറേ പറഞ്ഞതാണോ? ഓപ്ഷൻ ആൻസറേ പറഞ്ഞതാണോ 3ന്ന്? ദയ, സൂപ്പർ ദയ. അപ്പോൾ ആൻസർ, കറക്റ്റ് ആൻസർ ഇത്. ഇപ്പോൾ 3 ആൻസറും തെറ്റായി വന്നു എങ്കിൽ മാത്രം നിങ്ങൾ ഈ നൺ ഓഫ് ദീസ് ചൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് വെച്ചാൽ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് is true? ഇതിൽ ഏതാണ് ട്രൂ എന്നതാണ് ചോദ്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഓപ്ഷൻ 1 is a factor of every number. Second one is the factors of a number are uncountable. Third one, the multiples of a number are countable. One is a multiple of every number. Which one of the following is true എന്നതാണ് ചോദ്യം. ഇതിൽ ഏതായിരിക്കും ആൻസർ?
ലാസ്റ്റ് ലാസ്റ്റ് ആണോ ഫസ്റ്റ് ആണോ? ലാസ്റ്റ് ഫസ്റ്റ് ആണ്. എല്ലാറ്റിനും ഫാക്ടേഴ്സ് ഉണ്ട്. എല്ലാറ്റിനും 1 വന്ന ഒരു ഫാക്ടറാണ്. എല്ലാറ്റിനും മൾട്ടിപ്പിൾ 1 ആവണമെന്നില്ല കേട്ടോ. ഇതില്ല. മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ആർ കൗണ്ടബിൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫാക്ടർ ഓഫ് എ നമ്പർ ആർ അൺകൗണ്ടബിൾ എന്നും ചോദിച്ചിട്ടുണ്ട്. ഇതിൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് ഉണ്ടല്ലേ, ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ ഓർ അൺകൗണ്ടബിൾ നമുക്ക് പറയാൻ പറ്റില്ല. കറക്റ്റ് ഫാക്ടേഴ്സ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഇതും വരില്ല, ഇതും വരില്ല. സോ ഓപ്ഷൻ 1 മാത്രമാണ്. 1 ഇസ് എ ഫാക്ടർ ഓഫ് എവറി നമ്പർ. ഇനി ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത ഒരു മോഡലാണ് ഇത്. നിങ്ങൾ പറയണ ആൻസർ. ദ സം ഓഫ് ഫസ്റ്റ് ഈവൻ മൾട്ടിപ്പിൾസ് ഓഫ് 2 ഇസ്. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഈവൻ മൾട്ടിപ്പിൾസ്. വെറും മൾട്ടിപ്പിൾ പറഞ്ഞാൽ നമ്മൾ 1 2s are 2, 2 2s are 4, 3 2s are 6 അങ്ങനെ പോവാം. ഇവിടെ നമ്മളോട് ഈവൻ മൾട്ടിപ്പിൾസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 2 2s are 4, 4 2s are 8, 6 2s are 12, 8 2s are 16, 10 2s are 20. ഇത് മാത്രം എഴുതുക. എന്നിട്ട് 4 + 8 + 12 + 16 + 20 ഇതിനെ ആഡ് ചെയ്യുക. 4 + 16 20, 8 + 12 20 + 1 20, അപ്പോൾ 60 വരും. ഇതാണ് ആൻസർ. അപ്പോൾ ഈവൻ മൾട്ടിപ്പിൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ചെയ്യേണ്ടത്. 2 4 6 8 10 അങ്ങനെ പോകണം. ഈവൻ നമ്പർ ഇൻറ്റു എന്തിൻ്റെ മൾട്ടിപ്പിളാണോ ചോദിച്ചിരിക്കുന്നത് ആ നമ്പർ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഓഡ് ചോദിച്ചു എന്ന് വെച്ചോളൂ. അപ്പോൾ 1 2s are 2, 3 2s are എന്ന് വെച്ചാൽ 1 3 5 7 9 ഇതൊക്കെ ഓഡല്ലേ, അങ്ങനെ പോകണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. Which of the following is a prime factor? ഇതിൽ ഏതാണ് പ്രൈം ഫാക്ടർ? സോ ഫസ്റ്റ് ഓപ്ഷൻ 84 which is equal to 2 × 2 × 3 × 7. രണ്ടാമത്തെ ഓപ്ഷൻ 112 ആണ് which is equal to 2 × 2 × 14 × 2. തേർഡ് ഓപ്ഷൻ 70 ആണ് 14 × 5. ഫോർത്ത് ഓപ്ഷൻ 45 ആണ് 5 × 9. ഇതിൽ ഏതാണ് പ്രൈം ഫാക്ടർ? ഏതാടാ? ഫസ്റ്റ് വൺ. കിഷാൻ എന്ത് പറയുന്നു? ഫസ്റ്റ് വൺ ആണോ? ഏതാണ് ആൻസർ വരിക? എന്ത് കാരണം സെക്കൻഡ് വരില്ല? ഇവിടെയും 14 വന്നു, ഇവിടെ 9 വന്നു. സൂപ്പറാണ് കേട്ടോ. ദയ സൂപ്പർ, ആനന്ദിക സൂപ്പറാണ്. ഓക്കെ, അടുത്ത Which of the following is a prime factor? (48) which is equal to 2 × 2 × 2 × 6. Second one 63 which is equal to 3 × 3 × 7. Third one 81 which is equal to 3 × 3 × 9. Fourth one 54 which is equal to 2 × 3 × 9. ഇതിലേതാ ആൻസർ വരിക? ഇതെടാ ഇഷാൻ
ഇതിൽ ഏതാ ആൻസർ വരിക? 63. യെസ്, കറക്റ്റ്. സൂപ്പർ ട്ടാ. ഞാൻ ഹാപ്പി ആയി. എന്തായാലും ഇങ്ങനെ വേണം, പെട്ടെന്ന് ആൻസേഴ്സ് വേണം. സോ 6 ഒരു പ്രൈം നമ്പറാണ്. ഈ ഓപ്ഷൻ അല്ല, 6 ഒരു കോമ്പോസൈറ്റ് നമ്പറാണ്. അത് കാരണം ഇത് വരില്ല. 9 കോമ്പോസൈറ്റ് നമ്പർ, ഇത് വരില്ല. 9 വരില്ല. ഓക്കെ, സോ ആൻസർ 63 ആണ്. ഇതിൽ എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യും വേണം, റീചെക്ക് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഈ നമ്പറിനെ ഇവിടെ എഴുതിയിടുക. 3 × 3 × 7, 3 3s are 9, 9 × 7 കറക്റ്റ് 63 കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ആരോ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഒന്ന് മ്യൂട്ടാക്കുമോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ നോട്ട് എ പ്രൈം നമ്പർ ഫാക്ടർ. നോട്ട് എ പ്രൈം നമ്പർ എന്ന് വെച്ചാൽ നെഗറ്റീവ് മീനിങ് ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് പറഞ്ഞാൽ അല്ലാത്തത് എന്നതാണ്. അപ്പോൾ പ്രൈം ഫാക്ടർ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ 81, 3 × 3 × 3 × 3. രണ്ടാമത്തേത് 102, 2 × 3 × 17. മൂന്നാമത്തേത് 64, 2 × 2 × 2 × 2 × 2 × 2. നാലാമത്തേത് 98, 7 × 14. ഇത് പ്രൈം ഫാക്ടേഴ്സ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ. നന്നായി നോക്കി പറയൂ, അത് പ്രൈം ഫാക്ടേഴ്സ് ആണല്ലോ. ഏതാടാ? സെക്കൻഡ്. നന്നായി നോക്കൂ, 17 പ്രൈം നമ്പർ ആട്ടോ. ലാസ്റ്റ് വൺ ആണ് ആൻസർ കേട്ടോ. എന്താ വെച്ചാൽ 14 ഉണ്ട്, കോമ്പോസൈറ്റ് ഉണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോട്ട് എ പ്രൈം നമ്പർ എന്നാണ്. അപ്പോൾ ഇതൊക്കെ പ്രൈം നമ്പേഴ്സ് അല്ലേ? 3 3 3 3 ഒക്കെ. 3 3s are 9, 9 3s are 27, 27 3s are 81 കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഇതാവുമ്പോൾ 6 × 17 വരും. 6 × 17 കറക്റ്റാണ്, 102 വരും. 64 ഇതും കറക്റ്റാണ്, എല്ലാം പ്രൈം നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കൂ, 7 × 14, 14 ഒരു കോമ്പോസൈറ്റ് നമ്പറാണ്. അപ്പോൾ ഇത് പ്രൈം ഫാക്ടർ അല്ല. അപ്പോൾ ഇതാണ് ആൻസർ. ഇവിടെ ക്വസ്റ്റ്യൻ ഡിഫറാണ്. ഇതിന് മുന്നിലത്തെ ക്വസ്റ്റ്യൻ പ്രൈം ഫാക്ടർ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഇതിൽ ഏത് അല്ല എന്നതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. Which of the following is a prime factor of 168 എന്നാണ്? അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ 2 × 2 × 6 × 7. രണ്ടാമത്തേത് 2 × 4 × 3 × 7. മൂന്നാമത്തേത് 2 × 2 × 2 × 21. നാലാമത്തേത് 2 × 2 × 2 × 3 × 7. അവന്തിക ഇതിൻ്റെ ആൻസർ പറയണം കേട്ടോ. ഇത് പ്രൈം നമ്പർ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 168 ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവന്തിക പറയണേ. അവന്തിക ക്ലാസ്സിലുണ്ടോ? ലാസ്റ്റ് വൺ കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ത് കാരണം വന്നില്ല അവന്തിക? സിക്സ് ഉണ്ട്. സെക്കൻഡ് വൺ എന്ത് കാരണം വന്നില്ല? തേർഡ് വൺ എന്ത് കാരണം വന്നില്ല?
20 കറക്റ്റാണ് കേട്ടോ. അടുത്തത് which of the following is always a factor of prime number? ഒരു പ്രൈം നമ്പർ തന്നിട്ടുണ്ട്, അതിന് എപ്പോഴും ഒരേ ഒരു നമ്പർ വന്ന് എല്ലാറ്റിലും പ്രൈം ഫാക്ടറൈസേഷനെ കുറിച്ചല്ല പറയുന്നത്. ഏത് പ്രൈം നമ്പർ തന്നാലും, ഇപ്പം 5 ഒരു പ്രൈം നമ്പറാണ്, അപ്പം 5നെ പുറത്തെടുത്താൽ ഇവിടെ 1 വരും. 3 ഒരു പ്രൈം നമ്പർ, 29 എടുത്തു, അതൊരു പ്രൈം നമ്പറാണ്, അതെടുത്താൽ 1 വരും. സോ ഇങ്ങനെ ഏത് പ്രൈം നമ്പർ എടുത്താലും അതിനൊരു ഫാക്ടറായിട്ട് ഏത് വരും? 1 വരും. സോ ആൻസർ 1 ആണ്. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓൾവേസ് എ ഫാക്ടർ ഓഫ് പ്രൈം നമ്പർ. ഏത് പ്രൈം നമ്പർ എടുത്താലും അതിനൊരു ഫാക്ടർ വരും, അത് ഏതാണ്? 1 ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, മറക്കില്ലല്ലോ. ഏതൊരു നമ്പറിൻ്റെയും ഫാക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 തന്നെയാണ്. ഏതൊരു പ്രൈം നമ്പറിൻ്റെയും ഫാക്ടർ എപ്പോഴും വരുന്നത് 1 തന്നെയാണ് കേട്ടോ. അടുത്തത് fourth question. The prime factors of 75 are. 75ന് എന്തൊക്കെ പ്രൈം ഫാക്ടേഴ്സ് വരും? ഓപ്ഷൻസ് നോക്കിയിട്ടേ പറഞ്ഞാൽ മതി കേട്ടോ. പ്രൈം ഫാക്ടർ ഓഫ് 75 പറയൂ, ഏതാണ്? ഏത് ആൻസർ വരിക? ഫസ്റ്റ് വൺ 3 5s are 15 ആണ് അല്ലേ? 15 ഇൻറ്റു 3 എത്ര വരിക? 15 ഇൻറ്റു 3 45 ആണ് വരിക. ലാസ്റ്റ് വൺ ആണ് ആൻസർ. ഇത് നോക്കൂ, 3 ഇൻറ്റു 15, 3 ഇൻറ്റു 5 15, 15 ഇൻറ്റു 5 കറക്റ്റ് 75 വരും. എന്ത് കാരണം കിഷൻ 2 3 വേണ്ടാന്ന് വെച്ച്? 25 ആ 3ല് 15 വന്നു അല്ലേ? ഇത് രണ്ടും കോമ്പോസിറ്റ് നമ്പറാണ്. ഓക്കെ, ദയക്കും അവന്തികയ്ക്കും മനസ്സിലായോ ഈ ക്വസ്റ്റ്യൻ? അപ്പോൾ പ്രൈം നമ്പർ കോമ്പോസിറ്റ് നമ്പർ വന്നതിനെയൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാം. ബാക്കി ഇവിടെ രണ്ടും പ്രൈം നമ്പേഴ്സ് വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കണം. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 75 വരും വേണം. സോ 3 ഇൻറ്റു 5 ഇൻറ്റു 3 ചെയ്യുമ്പോൾ എനിക്ക് 45 വരുന്നുള്ളൂ. പക്ഷേ 3 ഇൻറ്റു 5 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എനിക്ക് 75 കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. സോ ആൻസർ ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. All prime factors of 182 are. 182ൻ്റെ പ്രൈം ഫാക്ടേഴ്സ്, എല്ലാ പ്രൈം ഫാക്ടേഴ്സും എന്താണ് എന്നാണ് ചോദ്യം. സോ ഫസ്റ്റ് ഓപ്ഷൻ 2 2 and 3 13, 2 and 13. Second one 2 and 7. Third one 2 7 and 13. Fourth one none of these. All prime factors 182യുടെ പ്രൈം ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. ഏതാടാ? 2 and
7 ആ and 30. 13 കറക്റ്റാണ് കേട്ടോ. ഓപ്ഷൻ 3 ആണ്. സോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ രണ്ടും പ്രൈം നമ്പറാണ്. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്ത് നോക്കുമ്പോൾ 26 വരുന്നുള്ളൂ. അപ്പോൾ ഇതില്ല. ഇനി അടുത്തത് നോക്കുമ്പോൾ 2 × 7 ആണ്. അപ്പോൾ 14 വരുന്നുള്ളൂ. അപ്പോൾ ഇതുമല്ല. ഇതാവുമ്പോൾ 2 × 7 × 13. അപ്പോൾ 2 × 7 14 ആണ് വരുന്നത്. 14 × 13 ചെയ്ത് നോക്കുമ്പോൾ 4 3s are 12. ഇവിടെ 1 1 3s are 3 + 1 4 വന്നു. പിന്നെ 1 14s are 14. സോ കറക്റ്റ് 182 നമുക്ക് വരികയും ചെയ്തു. സോ ഇതാണ് ആൻസർ. ഈ 3 ആൻസർ കറക്റ്റ് അല്ലെങ്കിൽ മാത്രം നിങ്ങൾ നൺ ഓഫ് ദീസ് ചൂസ് ചെയ്യണം കേട്ടോ. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. നൺ ഓഫ് ദിസ് പറഞ്ഞാൽ എന്താണ്? നൺ ഓഫ് ദീസ് പറഞ്ഞാൽ മേലെ തന്നതിൽ ഏതും അല്ല, മേലെ തന്ന ഓപ്ഷനിൽ ഏതും തന്നെ അല്ല എന്നുള്ളതാണ് മീനിങ്. ആറാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 210 ആർ. 210ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എന്താണ്? ഇതാണ് ചോദ്യം. സോ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഓപ്ഷൻസ് നോക്കുക. സോ 5 പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 210 എന്നാണ് ചോദിച്ചത്. അപ്പോൾ എത്ര പ്രൈം ഫാക്ടേഴ്സ് ഉണ്ട് എന്നതാണ് ചോദ്യം. അപ്പോൾ നമ്മളത് ചെയ്തേ പറ്റും കേട്ടോ. 210നെ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2ൽ 2 ഒരു തവണ, 10ൽ 2 5 തവണ. ഇവിടെ എന്ത് കാരണം മിസ്സേ 0.8 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 ഉണ്ട്. 2നെ ഞാൻ എടുത്തു വന്നു, കുഴപ്പമില്ല. ഇനി ഞാൻ ഈ 1നെയാണ് എടുത്ത് താഴെ ഇടേണ്ടത്. ഈ 1നെ മാത്രം നോക്കുമ്പോൾ 1ൽ 2 ഇല്ല അല്ലേ? 1ൽ 2 ഉണ്ടാ ഇല്ല. അപ്പം നമ്മൾ ഇവിടെ ഒരു 0 ചേർത്തിട്ട് ഇതിനെടുത്ത് താഴെ ഇടണം. ഇപ്പോൾ 10ആയി. 10ൽ 2 5 തവണയുണ്ട്. അപ്പം 105. ഇനി ഇത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് പറ്റുമോ നോക്കണം. സോ 1 + 0 + 5 6 ആണ് വരുന്നത്, പറ്റും. സോ 3 കൊണ്ട് ചെയ്യുമ്പോൾ 10ൽ 3 തവണയുണ്ട്, ബാലൻസ് 1 വരും, 15. അപ്പോൾ 5 തവണ. വീണ്ടും 3 കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഇനി 5 കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 210 എന്തൊക്കെയാണ് വരുന്നത്? ഓപ്ഷൻസ് അല്ല, ആൻസേഴ്സ് 2 × 3 × 5 × 7. എത്ര നമ്പേഴ്സ് ഉണ്ട് ടോട്ടലി? 4. സോ ഓപ്ഷൻ 4 ആണ് ആൻസർ. അല്ല, ഓപ്ഷൻ 2 ആൻസർ 4. ഓക്കെ, ഓക്കെ ആണോ? അടുത്തത് സെൽഫ് പ്രാക്ടീസിൽ 7th ക്വസ്റ്റ്യൻ. ഇതോടുകൂടി നിർത്താം നമുക്ക്. The prime factors of 2310 are. ഇത് വലിയ നമ്പറാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷനിലൂടെ പോവാം. 2 3 5 7 11. രണ്ടാമത്തത് 3 3 2 4 7. മൂന്നാമത്തത് 2 4 6 7 11. നാലാമത്തത് നൺ ഓഫ് ദീസ്. പ്രൈം നമ്പർ മാത്രമല്ലേ മാം പറ്റുള്ളൂ? ആണ്. അപ്പൊ ഫസ്റ്റ് വൺ വരാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്പിളും ചെയ്ത് നോക്കണം. 2 × 3 × 5 × 7 × 11. ഇതിലെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. എന്നിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യണം. 2 3s are 6 കിട്ടും. 5 7s are 35 × 11 ചെയ്ത് നോക്കുക. സോ 35 × 6 എന്ന് പറയുമ്പോൾ 5 6 are 30. ഇവിടെ 3 6 are 18 + 3 വന്നിട്ട് 210 കിട്ടും. പിന്നെ വീണ്ടും 11 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ 0 1 2. വീണ്ടും 1 2 1 0. കറക്റ്റായി കിട്ടിയില്ലേ? 2310. സോ ഇതാണ് ആൻസർ. ഈ 3 ഓപ്ഷനും തെറ്റാണെങ്കിൽ മാത്രം നിങ്ങളുടെ ആൻസർ നൺ ഓഫ് ദീസ്.
ഇനി ഒരു 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അതും കൂടി ചെയ്ത് തീർക്കാം. പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, എന്നിട്ട് ക്ലാസ് നടത്താം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 240. 240യുടെ പ്രൈം ഫാക്ടേഴ്സ് എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ 2 × 2 × 4 × 3 × 5. രണ്ടാമത്തെ ഓപ്ഷൻ 2 × 2 × 2 × 2 × 3 × 5. മൂന്നാമത്തെ ഓപ്ഷൻ 4 × 4 × 3 × 5. നാലാമത്തെ ഓപ്ഷൻ 4 × 4 × 50. ഏതാ വരിക? സെക്കൻഡ് വൺ. സൂപ്പർ, കറക്റ്റാണ്. ഇതിൽ 4 ഉണ്ട്, ഇതിലും 4 ഉണ്ട്, ഇതിലും 4 ഉണ്ട്. അപ്പോൾ ഇത് 3 ഓപ്ഷനും വരില്ല. ഇവിടെ അഞ്ചാമത്തെ ഓപ്ഷനായിട്ട് നൺ ഓഫ് ദീസ് തന്നിട്ടുണ്ട് എന്ന് വെച്ചോളൂ. നമ്മൾ എന്ത് ചെയ്യണം? ഇത് മൾട്ടിപ്പിൾ ചെയ്തിട്ട് ആൻസർ 240 വരുന്നില്ല എങ്കിൽ നൺ ഓഫ് ദീസ് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യാം കേട്ടോ. ശരി, ഇതൊന്ന് മൾട്ടിപ്പിളും ചെയ്ത് നോക്കിക്കോളൂ. 2 2s are 4, 2 2s are 4, 3 5s are 50. ഇനി 4 4s are 16 × 15. 16 × 15 എത്ര വരും? 6 5s are 30. ഇവിടെ 3, 1 5s are 5 + 3 8 വരും. വീണ്ടും 16. 240 കൃത്യമായിട്ട് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Prime factors of 68. Prime factors of 68. So first option 2 × 34. Second option 2 × 2 × 17. Third option 4 × 17. Fourth option 1 × 68. ഏതാ വരിക? 2 × 70. യെസ്, കറക്റ്റ്. ഈ ഓപ്ഷനിൽ 34 പ്രൈം നമ്പർ അല്ല, ഇതിൽ 4 പ്രൈം നമ്പർ അല്ല. 17 പ്രൈം നമ്പറാണ് കേട്ടോ, 68 പ്രൈം നമ്പർ അല്ല. 17 പ്രൈം നമ്പർ ആയത് കാരണമല്ലേ ഈ ഓപ്ഷൻ നമ്മളെടുത്ത്. ആൻസർ 2 × 2 × 17. സോ 2 2s are 4. 4 × 17 എത്ര വരണമെന്ന് നോക്കും. 7 4s are 28. ഇവിടെ 2, 1 4s are 4 + 2 6 വന്നു. 68 കൃത്യമായിട്ട് കിട്ടി. ഓക്കെ, ഇനി ഒരേ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഉള്ളൂ, അതോടുകൂടി നിർത്താം. 12. പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 88. So first one option 3, second one 4, third one 6, fourth one 8. അപ്പോൾ നമ്മളിത് ചെയ്ത് നോക്കണം അല്ലേ? ആ ഫാക്ടേഴ്സ് ഇൻറ്റൂൽ വന്ന് വെച്ച് തന്നുവെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ചെയ്ത് നോക്കണം. 88ൽ 2 4 ടൈംസ് ഉണ്ട്, 44 ടൈംസ്. പിന്നെയും 2 കൊണ്ടാൽ 22, പിന്നെയും 2 വെച്ചാൽ 11 ടൈംസ്. സോ 2 × 2 × 2 × 11 വരും. അപ്പോൾ എത്ര ഫാക്ടേഴ്സാണ് വരുന്നത്? യെസ്, കറക്റ്റ്, 4. ഇത്ര മതി. ഈ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒരു 5-6 ക്വസ്റ്റ്യൻസ് നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ട്. എക്സാം ഉണ്ടാവോ? ഓ, തീർച്ചയായിട്ടും ഡെയിലി എക്സാം ഉണ്ടാവും. ഇപ്പം ഇന്ന് എത്ര ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് നോക്കൂ? 1, പിന്നെ 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇതിന്ന് ഒരു 5 മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ. 5 ക്വസ്റ്റ്യനാണ് ചോദിക്കുള്ളൂ. ഇതിനെ നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കുക. ഇപ്പം തന്നെ ഞാൻ PDF അയച്ചു തരും. അത് നോക്കിയിട്ട് സമയം ഉണ്ടെങ്കിൽ ഇപ്പോൾ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം എഴുതിയെടുത്തതിന് ശേഷം എന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് തരുമ്പോൾ അത് നോട്ട് അടച്ചു വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കൂ. എന്നിട്ട് എനിക്ക് അയച്ചു തരും. ക്ലിയർ? ഓക്കെ, ബൈ.